ഹാവ് യു എ പെൻ, ഡു യു ഹാവ് എ പെൻ, ഈ രണ്ട് സെൻറ്റൻസുകളിൽ എന്താണ് വ്യത്യാസം? ഫസ്റ്റ് വൺ, ഹാവ് യു എ പെൻ, നിങ്ങൾക്ക് ഒരു പേനയുണ്ടോ എന്നാണ്. ഡു യു ഹാവ് എ പെൻ എന്ന് ചോദിക്കുന്നതും നിങ്ങൾക്ക് ഒരു പേനയുണ്ടോ എന്ന് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റ് വൺ റോങ് സെൻറ്റൻസ് ആണ്, സെക്കൻഡ് വൺ മാത്രം ആണ് കറക്റ്റ്. ഡു യു ഹാവ് എ പെൻ എന്ന് തന്നെ ചോദിക്കണം, നിങ്ങൾക്ക് ഒരു പേനയുണ്ടോ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നതെങ്കിൽ. എന്തുകൊണ്ടാണ് ഡു യു ഹാവ് എ പെൻ എന്ന് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്, ഹാവ് യു എ പെൻ എന്ന് ചോദിച്ചാൽ അത് റോങ് സെൻറ്റൻസ് ആണ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാം. യു ആർ ഹാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ സന്തോഷവാനാണ് എന്നല്ലേ അർത്ഥം. അത് ഒരു ക്വസ്റ്റ്യൻ ഫോം ആക്കി മാറ്റണമെങ്കിൽ ആർ യു ഹാപ്പി, നിങ്ങൾ ഹാപ്പിയാണോ? യു ആർ ഹാപ്പി. യു ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ യു ആണ് സബ്ജക്റ്റ്, ആർ എന്നത് വേർബും ആണ്. അത് ക്വസ്റ്റ്യൻ ഫോം ആക്കിയപ്പോൾ ആർ യു ഹാപ്പി എന്നായി. അപ്പോൾ സബ്ജക്റ്റും അതുപോലെ തന്നെ വേർബും തമ്മിൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഒന്ന് ഫ്ലിപ്പ് ചെയ്തു. ഹീ ഈസ് സാഡ്, അദ്ദേഹം സങ്കടത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ദുഃഖിതനാണ്. ഹീ ഈസ് സാഡ്, അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈസ് ഹീ സാഡ്. ഹീ എന്നത് സബ്ജക്റ്റും ഈസ് എന്നത് വേർബും ആണ്. ക്വസ്റ്റ്യൻ ആക്കിയപ്പോൾ നമ്മളത് വേർബും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇനി ദേ ആർ കൈൻഡ്, അവർ ദയയുള്ളവരാണ്. ആർ ദേ കൈൻഡ്, ആർ ദേ, ദേ ആർ എന്നത് ആർ ദേ എന്നാക്കി മാറ്റി. ഹീ വാസ് സാഡ്, അവൻ ദുഃഖിതനായിരുന്നു. വാസ് ഹീ സാഡ്, ക്വസ്റ്റ്യനായി. അപ്പോഴും വേർബും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ദേ ആർ ഓണസ്റ്റ്, അവർ ഓണസ്റ്റ് ആണ്. ആർ ദേ ഓണസ്റ്റ്, അവർ ഓണസ്റ്റ് ആണോ എന്നായി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്തത്, സബ്ജക്റ്റും വേർബും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അത് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റിയപ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യം സാധിച്ചു. പക്ഷേ യു ഹാവ് എ പെൻ, നിങ്ങൾക്ക് ഒരു പേനയുണ്ട്. ഹാവ് യു എ പെൻ, ഹാവ് നമ്മൾ വേർബിനെ നമ്മൾ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് മാറ്റി, യു അതിനെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറ്റി. അപ്പോൾ ഹാവ് യു എ പെൻ, അപ്പോൾ അത് കറക്റ്റ് ആണല്ലോ എന്നാവും പലരും ചിന്തിക്കുന്നത്. പക്ഷേ അത് റോങ് ആണ്. ഐ ആം ഹാപ്പി, ഹീ ഈസ് ഹാപ്പി, ദേ ആർ ഹാപ്പി, ദേ വേർ ഹാപ്പി, ഹീ വാസ് ഹാപ്പി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെയാണ് ഉപയോഗിച്ചത്. അതൊക്കെ ബി വേർബ്സ് ആണ്. ബി വേർബ്സിനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, സബ്ജക്റ്റിനെയും വേർബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫോമിലേക്ക് മാറ്റാം. ബി വേർബ്സിന് മാത്രമുള്ളൊരു സ്പെഷ്യാലിറ്റിയാണത്. പക്ഷേ മറ്റുള്ള വേർബുകൾക്കൊന്നും അങ്ങനെ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് യു ഹാവ് എ പെൻ എന്നതിനെ ക്വസ്റ്റ്യൻ ഫോം ആക്കുമ്പോൾ ഹാവ് യു എ പെൻ എന്ന് ചോദിച്ചാൽ അത് തെറ്റാവുന്നത്. നമ്മൾ ഒരു സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിൽ ഹാവ് ആണ് വേർബ് എങ്കിൽ, ഹാവ് ആണ് മെയിൻ വേർബ് എങ്കിൽ നമുക്ക് അത്തരത്തിൽ മാറ്റാൻ പാടില്ല. ഹാവ് എന്ന വേർബിനെ മെയിൻ വേർബ് ആവാനും അതുപോലെ തന്നെ ഓക്സിലറി വേർബ് ആവാനും സാധിക്കും. പക്ഷേ ഒരു സെൻറ്റൻസിൽ ഹാവ് മെയിൻ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ഹെൽപ്പിംഗ് വേർബ് വേണം. യു ഹാവ് എ പെൻ, നിങ്ങൾക്ക് ഒരു പേനയുണ്ട്. യു എന്നതാണ് സബ്ജക്റ്റ്, ഹാവ് എന്നതാണ് വേർബ്. അവിടെ അത് മെയിൻ വേർബാണ്, മെയിൻ വേർബ്. അപ്പോൾ ഹാവ് എന്നതിന് അവിടെ മീനിങ് പൊസസ് ചെയ്യുക, ഓൺ ചെയ്യുക, സ്വന്തമാവുക എന്ന മീനിങ് ആണ്. യു ഹാവ് എ പെൻ, നിങ്ങൾക്കൊരു പേനയുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായി ഒരു പേനയുണ്ട് എന്നാണ്. അപ്പോൾ ഹാവ് യു എ പെൻ അത് റോങ് ആണ്. ആ ഹാവ് എന്ന മെയിൻ വേർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാക്കണം. ഹാവ് എന്ന വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു പ്ലസ് ഹാവ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് കിട്ടി. ആ ഡു എന്ന ഹെൽപ്പിംഗ് വേർബാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോഴും നെഗറ്റീവ് സെൻറ്റൻസസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ യു ഹാവ് എ പെൻ എന്നതിനെ ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോൾ ഡു യു ഹാവ് എ പെൻ എന്ന് തന്നെ ചോദിക്കണം. ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഹാവ് എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ. ഹാവ് എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് ഹാവ്. ഇനി ഹാസ് ആയിരുന്നെങ്കിൽ ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്.
പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഹാഡ് അല്ലേ, അപ്പോൾ ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിഡ് പ്ലസ് ഹാവ്. ആ ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് കിട്ടും. അങ്ങനെ എല്ലാ മെയിൻ വേർബ്സിനെയും നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു, ഡസ്, ഡിഡ് എന്നൊക്കെയുള്ള ഹെൽപ്പിംഗ് വേർബ് എടുക്കാൻ സാധിക്കും. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ഡു യു ഹാവ് എ പെൻ എന്നുള്ള സെൻറ്റൻസിൽ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഡു എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഹാവ് യു എ ഫോൺ എന്ന് ചോദിച്ചാൽ റോങ് ആണ്. ഡു യു ഹാവ് എ ഫോൺ എന്ന് ചോദിക്കണം. ഡു ആദ്യം ചേർക്കുക, ഹെൽപ്പിംഗ് വേർബ് ആദ്യം വയ്ക്കുക, പിന്നെ വയ്ക്കേണ്ടത് സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് വേർബ്, വേർബിൻ്റെ ബേസ് ഫോം. ഡു പ്ലസ് ഹാവ്, ഹാവ് തന്നെയാണ്. ഇനി ഷീ ഹാസ് എ ഫോൺ, അവൾക്ക് ഒരു ഫോൺ ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നത്? ഷീ ഹാസ് എ ഫോൺ. ഹാസ് എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ് പ്ലസ് ഹാവ് ആക്കുക. അപ്പോൾ ഡസ് ഷീ ഹാവ് എ പെൻ. ശ്രദ്ധിക്കുക, ഡസ് ആദ്യം വയ്ക്കുക, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വയ്ക്കേണ്ടത് ഹാവ് എന്നതിൻ്റെ ബേസ് ഫോം ഹാവ് തന്നെയാണ്. അപ്പോൾ ഹാവ് തന്നെയാണ് വയ്ക്കേണ്ടത്. ഡസ് ഷീ ഹാവ് ആണ്, ഡസ് ഷീ ഹാസ് അല്ല. ഹി ഹാസ് എ കാർ, അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡസ് ഹി ഹാവ് എ കാർ, ഡസ് ഹി ഹാവ് എ കാർ. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഡു തന്നെ വെക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് ഡസ് ആണ് വെക്കേണ്ടത്. ഐ, യു, വി, ദേ. പിന്നെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡു വയ്ക്കുക. പിന്നെ അതല്ല സിംഗുലർ സബ്ജക്ട്സായ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ അതുപോലെയുള്ള സബ്ജക്റ്റുകൾ, ഒരാളുടെ നെയിം, ഇറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിക്കേണ്ടത് ഡസ് ആണ്. ഡു യു ഹാവ്, ഡു ഐ ഹാവ്, ഡു വി ഹാവ്, ഡു ദേ ഹാവ്, ഡു മൈ ഫ്രണ്ട്സ് ഹാവ്. ഡസ് ഷീ ഹാവ്, ഡസ് ഹി ഹാവ്, ഡസ് മൈ ഫ്രണ്ട് ഹാവ്. ബേസ് ഫോമാണ്, അതുകൊണ്ട് ഹാവ് തന്നെ ഉപയോഗിക്കുക. ഡസ് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ് പ്ലസ് ഹാവ് ആക്കി മാറ്റി. അപ്പോൾ ആ ബേസ് ഫോമായ ഹാവ് തന്നെ ഉപയോഗിക്കുക. ഡസ് ഹി ഹാവ് എന്നുപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഡസ് ഷീ ഹാവ് എന്നുപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ദേ ഹാവ് ടൈം, അവർക്ക് ടൈമുണ്ട്. ഡു ദേ ഹാവ് ടൈം. ഹി ഹാസ് എ പാസ്പോർട്ട്, അവന് ഒരു പാസ്പോർട്ട് ഉണ്ട്. ഡസ് ഹി ഹാവ് എ പാസ്പോർട്ട്, അവനൊരു പാസ്പോർട്ട് ഉണ്ടോ? ഏതൊരു മെയിൻ വേർബിനും ഈ ഒരു റൂള് ബാധകമാണ്. ഇപ്പോൾ വേറെ പല വേർബുകളും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഹാവ്, ഹാസ് അല്ലാതെ വേറെ ഒരുപാട് മെയിൻ വേർബ്സ് ഉണ്ടല്ലോ. അവിടെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഹെൽപ്പിംഗ് വേർബ് ഫോം ചെയ്യണം. ലൈക്ക്, വാണ്ട്, നീഡ്, പ്ലേ, ഈറ്റ് ഇതൊക്കെ വേറെ വേർബ്സ് അല്ലേ. ഇതൊക്കെ നമുക്കങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാക്കാം. യു ലൈക്ക് കേക്ക്, നോക്കൂ, യു എന്നത് സബ്ജക്റ്റ്, ലൈക്ക് എന്നത് വേർബാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമാണോ എന്നല്ലേ. അപ്പോൾ ഇവിടെ യു ലൈക്ക് കേക്ക്, ലൈക്ക് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് ലൈക്ക്. ഡു യു ലൈക്ക് കേക്ക്, ഡു പ്ലസ് ലൈക്ക്. ഹീ ലൈക്സ് കേക്ക്സ് എന്നായിരുന്നെങ്കിൽ ഹീ ലൈക്സ് കേക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ലൈക്സ് ആണ്, അപ്പോൾ ഡസ് പ്ലസ് ലൈക്ക് ആണ്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഡസ് ഹീ ലൈക്ക് കേക്ക്, ഡസ് ഹീ ലൈക്ക്, ലൈക്സ് അല്ല. യു വാണ്ട് കോഫി, അപ്പോൾ അതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ആക്കുമ്പോൾ വാണ്ട് എന്നതാണ് മെയിൻ വേർബ്. അപ്പോൾ ഡു പ്ലസ് വാണ്ട്. ഡു യു വാണ്ട് കോഫി? ഐ നീഡ് ഹെൽപ്പ്. ഡു ഐ നീഡ് ഹെൽപ്പ് അതാണ് ക്വസ്റ്റ്യൻ ഫോം. ഡു ഐ നീഡ്, നീഡ് എന്ന മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തു. ഡു പ്ലസ് നീഡ്. ഡു ഐ നീഡ്. ഹീ പ്ലേസ് ക്രിക്കറ്റ്, അത് ക്വസ്റ്റ്യൻ ഫോമിലാക്കുമ്പോൾ ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ്? ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ്? ഡസ് ഹീ പ്ലേസ് അല്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഡസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു, പിന്നെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം. പ്ലേ എന്ന് തന്നെ. പ്ലേസ്, ഡസ് ഹീ പ്ലേസ് എന്ന് പറഞ്ഞാൽ റോങ്. ദേ ഈറ്റ് അറ്റ് ദ ക്യാൻറ്റീൻ, അവർ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എന്നല്ലേ. അതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ആക്കുമ്പോൾ ഡു ദേ
ഈറ്റ് അറ്റ് ദ ക്യാൻറ്റീൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ വാണ്ട് എന്ന് പറഞ്ഞാലും നീഡ് എന്ന് പറഞ്ഞാലും ലൈക്ക്, ഈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ബി വേർബ്സ് അല്ല. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഡു, ഡസ് ഒക്കെ ഫോം ചെയ്യുക. അത് ഉപയോഗിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസുകളാണ്. ഇനി പാസ്റ്റ് ടെൻസ് ആയാലോ? അവിടെ പാസ്റ്റ് ടെൻസിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. പ്രസൻറ്റ് ടെൻസിലായപ്പോൾ ഡു ഉപയോഗിക്കണം, ചില സബ്ജക്ട്സിന് ഡസ് ഉപയോഗിക്കണം. പക്ഷേ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ ബേസ് ഫോം ഓഫ് ദ വേർബ്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് അതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയോ എന്നല്ലേ. അപ്പോൾ മെയ്ഡ് എന്നതാണ് മെയിൻ വേർബ്. മെയ്ഡ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് മേക്ക് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിഡ് ആണ് ഹെൽപ്പിംഗ് വേർബ്. ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്. ഡിഡ് ഐ മെയ്ഡ് അല്ല, ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക് എന്ന് വേണം ചോദിക്കാൻ. അതാണ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഡിഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഡിഡ് വി മേക്ക് എ മിസ്റ്റേക്ക്. നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയോ? ഡിഡ് ദേ മേക്ക് എ മിസ്റ്റേക്ക്. അവർ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയോ? ഡിഡ് ഹീ മേക്ക് എ മിസ്റ്റേക്ക്. ശ്രദ്ധിക്കുക, ഡിഡ് ഹീ മേക്ക്, ഡിഡ് ഷീ മേക്ക്, ഡിഡ് യു മേക്ക്. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് തന്നെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. യു ഫിനിഷ്ഡ് യുവർ പ്രോജക്റ്റ്. നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഡിഡ് യു ഫിനിഷ് യുവർ പ്രോജക്റ്റ്. ഫിനിഷ്ഡ് അല്ല, ഫിനിഷ്. ഹീ ബോട്ട് എ ന്യൂ ഫോൺ. ഹീ ബോട്ട് എ ന്യൂ ഫോൺ. അവനൊരു പുതിയ ഫോൺ വാങ്ങി. അവനൊരു പുതിയ ഫോൺ വാങ്ങിയോ എന്ന് ചോദിക്കണം. അപ്പോൾ ഡിഡ് ഹീ ബൈ. ബൈ ആണ് ബേസ് ഫോം. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണത്. അപ്പോൾ അതിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് ബൈ. ഡിഡ് ഹീ ബൈ എ ന്യൂ ഫോൺ? ഷീ ടോൾഡ് മീ ദ ട്രൂത്ത്. അവൾ എന്നോട് സത്യം പറഞ്ഞു. അവൾ നിന്നോട് സത്യം പറഞ്ഞു എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ഷീ ടോൾഡ് ആണോ ടെൽ ആണോ? ഡിഡ് ഷീ ടെൽ. ഡിഡ് ഷീ ടെൽ യു ദ ട്രൂത്ത്? അപ്പോൾ ടെൽ എന്ന് തന്നെ ഉപയോഗിക്കാൻ കാരണം ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ദേ ക്യാൻസൽഡ് ദ മീറ്റിംഗ്. അവർ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. അവർ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് ദേ ക്യാൻസൽ ദ മീറ്റിംഗ്. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം മഴ പെയ്തു. ഡിഡ് ഇറ്റ് റെയിൻ ലാസ്റ്റ് മന്ത്? കഴിഞ്ഞ മാസം മഴ പെയ്തോ? അപ്പോൾ ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബേസ് ഫോം തന്നെ ഉപയോഗിക്കുക. ഇനി വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേറൊരു പാർട്ട് കൂടി നമുക്ക് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു ഹാവ് യു അല്ല വേണ്ടത്, ഡു യു ഹാവ് എന്നാണ് ചോദിക്കേണ്ടത് എന്ന്. പക്ഷേ ഹാവ് യു എന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഹാവ് യു എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എത്രയോ ഉണ്ട്. അത് എന്താണ്? അതിനൊരു എക്സാമ്പിൾ നോക്കൂ. യു ഹാവ് ഫിനിഷ് യുവർ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ്. യു ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ആണ്. മെയിൻ വേർബ് ഫിനിഷ്ഡ് എന്നതാണ്. അവിടെ നമുക്ക് ഹാവ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? നോക്കൂ, ഹാവ് എന്ന ഹെൽപ്പിംഗ് വേർബിനെ ആദ്യം ഉപയോഗിച്ചു, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഫിനിഷ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക് എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളിൽ ഹാവ് ആയിരിക്കും ഹെൽപ്പിംഗ് വേർബ്. അതിന് തന്നെ ഉപയോഗിക്കാം. യു ഹാവ് ഈറ്റൺ ലഞ്ച്. നിങ്ങൾ ലഞ്ച് കഴിച്ചു എന്നതാണ് മീനിങ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുമ്പോൾ ഹാവ് യു ഈറ്റൺ യുവർ ലഞ്ച്? ഹാവ് യു അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഹാവ് യു ഈറ്റൺ? അവിടെ ഹാവ് എന്ന ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. ഹാവ് എന്ന വേർബിന് ഹെൽപ്പിംഗ് വേർബ് ആവാനും മെയിൻ വേർബ് ആവാനും പറ്റും. ഷീ ഹാസ് കോൾഡ് യു. ഷീ ഹാസ് കോൾഡ് യു. ഇതിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുക? ഹാസ് ആണ് അവിടെ ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ ഹാസിനെ ആദ്യം നമുക്ക് സെൻറ്റൻസിൻ്റെ ആദ്യം കൊണ്ടുവരിക. ഹാസ് ഷീ കോൾഡ് യു? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണത്. ഹാസ് ഷീ കോൾഡ് യു?
അവിടെയൊന്നും വേർബ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അവിടെ ഹെൽപ്പിംഗ് വേർബായിട്ട് ഹാസ് ഉണ്ട്. ആദ്യം നമ്മൾ പഠിച്ചല്ലോ, ഷീ കോൾഡ് യു എന്നായിരുന്നെങ്കിൽ അവൾ നിന്നെ വിളിച്ചു. ഷീ കോൾഡ് യു, അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഡിഡ് ഷീ കോൾ യു എന്നാണ് വേണ്ടത്. ഷീ ഹാസ് കോൾഡ് യു എന്നാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ഹാസ് ഷീ കോൾഡ് യു. ഇപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞത് ഡിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഇല്ല. കോൾഡ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് പ്ലസ് കോളാക്കി മാറ്റി ഡിഡ് ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിച്ചു. ഷീ ഹാസ് കോൾഡ് യു എന്ന് പറയുമ്പോൾ ഹാസ് എന്ന ഹെൽപ്പിംഗ് വേർബ് അവിടെ ഉണ്ട്. അതിനെ നമ്മൾ ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിച്ചു ക്വസ്റ്റ്യൻ ഫോം ചെയ്തപ്പോൾ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്, ഒരു സെൻറ്റൻസിൽ ഹാവോ അല്ലെങ്കിൽ ഹാസോ ഒക്കെ ഹെൽപ്പിംഗ് വേർബായി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അങ്ങനെ വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇനി ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബ്സ് ഉണ്ട്, മോഡൽ വേർബ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് അങ്ങനെയുള്ള വേർബ്സ്. ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ, സെൻറ്റൻസിൽ ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക? ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും എന്നതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ മാറ്റും? ക്യാൻ എന്ന ഒരു മോഡൽ വേർബ് അവിടെയുണ്ട്, അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ, അവിടെ നമുക്ക് ഒരു സ്പ്ലിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ മോഡൽ വേർബ് തന്നെ ഉപയോഗിക്കുക. അതല്ലാതെ ഡു യു ക്യാൻ ഹെൽപ്പ് മീ എന്നൊന്നും ചോദിക്കരുത്. ഡു എന്നതൊന്നും അവിടെ ആവശ്യമില്ല, ക്യാൻ തന്നെ ഉപയോഗിക്കാം. അവിടെ ആ മോഡൽ വേർബും സബ്ജക്റ്റുമായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മാത്രം മതി. നമ്മൾ ബി വേർബിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്തത്? ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആണെങ്കിൽ സബ്ജക്റ്റിനെയും ആ വേർബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയല്ലേ ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെയും ഉപയോഗിക്കാം മോഡൽ വേർബ്സിൻ്റെ കാര്യത്തിലും. ക്യാൻ യു ഹെൽപ്പ് മീ, നോക്കൂ, ക്യാൻ, പിന്നെ യു സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ബേസ് ഫോം ഓഫ് ദ വേർബ് ഹെൽപ്പ്. യു ക്യാൻ ഡ്രൈവ്, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ക്യാൻ യു ഡ്രൈവ്. യു വിൽ കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കും, അവിടെ ഏതാണ് മോഡൽ വേർബ്? വിൽ. അപ്പോൾ വിൽ യു കോൾ മീ, വിൽ യു. യു വിൽ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിനെ വിൽ യു എന്നാക്കിയപ്പോൾ ക്വസ്റ്റ്യൻ ഫോമായി വിൽ യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കുമോ? വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. യു വുഡ് ലൈക്ക് സം ടീ, സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്, ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വുഡ് യു ലൈക്ക് സം ടീ, വുഡിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. യു ഷുഡ് ട്രൈ അഗെയിൻ, നിങ്ങൾക്ക് ഇനിയും ശ്രമിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്, ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഷുഡ് യു ട്രൈ അഗെയിൻ, നിങ്ങൾക്ക് ഇനിയും ശ്രമിക്കണോ? ഷുഡ് യു, യു ഷുഡ് എന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഫോം, ക്വസ്റ്റ്യൻ ആയപ്പോൾ ഷുഡ് യു. യു മസ്റ്റ് ഫോളോ ദ റൂൾസ്, നിങ്ങൾ റൂൾസൊക്കെ ഫോളോ ചെയ്യണം, അവിടെ മോഡൽ വേർബാണ് മസ്റ്റ്, അപ്പോൾ മസ്റ്റിനെ ആദ്യം കൊണ്ടുവരിക. മസ്റ്റ് യു ഫോളോ ദ റൂൾസ്. ഐ മേ കം ലേറ്റർ, ഐ മേ എന്ന മോഡൽ വേർബുണ്ട്. മേ ഐ കം ലേറ്റർ ക്വസ്റ്റ്യൻ ഫോം. ഷീ മൈറ്റ് ബി ബിസി, സ്റ്റേറ്റ്മെൻറ്റ് ഫോം, അവൾ ബിസി ആയിരിക്കാം, അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് കൊണ്ടുവരുന്നത്? മൈറ്റ് ഷീ ബി ബിസി. അപ്പോൾ മോഡൽ വേർബ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഡു, ഡസ് എന്നുള്ള വേറെ ഹെൽപ്പിംഗ് വേർബിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. നമ്പർ 1, ബ്ലാങ്ക് ഹീ പ്ലേ ക്രിക്കറ്റ് ഓൺ സൺഡേയ്സ്, അവൻ സൺഡേയ്സിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഈസ്, ഹാസ്, ഡസ്, വിൽ, ഏതാണ് ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത്? നെക്സ്റ്റ് വൺ, ബ്ലാങ്ക് ദേ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്, അവർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇവിടെ ബ്ലാങ്ക് കഴിഞ്ഞ് ദേ കംപ്ലീറ്റഡ് എന്നാണ്. കംപ്ലീറ്റഡ് എന്ന ആ ഒരു വേർഡ് ശ്രദ്ധിക്കുക, ആ വേർബ് ശ്രദ്ധിക്കുക, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഡിഡ്, ഡു, ഹാവ്, വേർ, ഇതിലേത് വേണം എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. നെക്സ്റ്റ് വൺ, ബ്ലാങ്ക് ഷീ കോൾ യു യെസ്റ്റർഡേ, ഇന്നലെ അവൾ നിന്നെ വിളിച്ചോ, ഒരു പാസ്റ്റ് ആക്ഷനാണ് അവിടെ. അപ്പോൾ ഹാസ്, ഡസ്, ഡിഡ്, ക്യാൻ, ഏതാണ് വേണ്ടത്? നെക്സ്റ്റ് വൺ, ബ്ലാങ്ക് ദേ അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻസ്, ഇവിടെ ദേ അണ്ടർസ്റ്റാൻഡ് എന്ന ഒരു ബേസ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്താണ് അവിടെ വേണ്ട ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ ഇന്ന്
ഇന്നത്തെ ഈ ലെസണിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഗ്രാമർ റൂൾസ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ തെറ്റിക്കില്ല എന്ന് തന്നെ കരുതുന്നു. ഈ ലെസൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്